ഈ മസ്തിഷ്ക പ്രവർത്തനം മന്ദീഭവിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ഒരു സുഖം ഉണ്ടാവും. അതാണ് ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയ. ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ സംഗതി ഉണ്ട്. ലൈംഗിക ഒരു സ്വാധീനമാണത്. കഴുത്തിൽ ആൾക്കാർ കയറ് കൊടുക്കിയിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. പ്രാണായാമം ചെയ്തതുകൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടമായത് ഡോക്ടർക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ ചെയ്യുന്ന വലിയ പ്രാണായാമം എന്ന് പറഞ്ഞ സംഗതി ചോക്കിംഗ് ഗെയിം എന്ന രീതിയിൽ പിന്നെ അമേരിക്കയിൽ ചെയ്യുന്നുണ്ട്. അവിടെ 80 കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. അതെനിക്ക് തെളിയിക്കാം. പ്രാണായാമം ചെയ്തിട്ടാരും മരിച്ചു പോയിട്ടുണ്ടോ? പ്രാണായാമം ചെയ്ത് അങ്ങനെ പെട്ടെന്ന് മരിക്കുന്നില്ല. സൂര്യ നമസ്കാരം എന്ന സാധനം 1928 10 Point വേ ഓഫ് ഹെൽത്ത് എന്നൊരു പുസ്തകത്തിനകത്ത് മൗന്തല രാജാവ് വന്നിട്ടാണ് ഇത് ആൾക്കാരെടുത്ത് വന്നത്. അയാൾ ഉണ്ടാക്കിയതാ 1908 ശേഷം. UN ഉൾപ്പെടെയുള്ള സംഘടനകൾ, ഈ അല്ലെങ്കിൽ WHO പോലെയുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ളവ നമ്മുടെ യോഗയെ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, ആഗോളതലത്തിൽ അതിനെ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഒരു ഒറ്റയാൻ ശബ്ദം പോലെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഡോക്ടർ? എത്ര അന്താരാഷ്ട്ര ദിനങ്ങളുണ്ട് അറിയോ? ഇന്റർനാഷണൽ ഡേയ്സ് മിക്ക ദിവസവും അന്താരാഷ്ട്ര ദിനങ്ങളാണല്ലോ. 218 എണ്ണുണ്ട്. 218 അന്താരാഷ്ട്ര ദിനങ്ങളുണ്ട്. നമ്മളിവിടെ കേൾക്കുക യോഗ ദിനം മാത്രം. അതെന്താ? നമുക്കതിലൊരു നിശ്ചിത താല്പര്യം ഉള്ളത് കൊണ്ടാണ്. ഇന്നത്തെ പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കും സർക്കാരിനൊക്കെ അതിലൊരു നിശ്ചിത താല്പര്യമുണ്ട്. അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആ ഭാഗത്തേക്കേ പോയിട്ടില്ല കേട്ടോ. ശാസ്ത്രവും ചരിത്രമൊക്കെ തന്നെ ഇന്ന് പറയുന്നുള്ളൂ. അതിന്റെ പേരിലാണ് അത് വരുന്നത്. അപ്പോ ഇന്നേ ദിവസം തന്നെ വേറൊരു അന്താരാഷ്ട്ര ദിനം കൂടി, അതറിയാമോ? സോൾസ്റ്റിസ് അന്താരാഷ്ട്ര ദിനം, യുഎൻ അന്താരാഷ്ട്ര ദിനം. അതിന് പുറമെ പിന്നെ ഹ്യൂമനിസ്റ്റ് ഡേ ആണ്, അങ്ങനെ കുറെ ഡേ ആണ്. അതല്ലാതെ UN തന്നെ അംഗീകരിച്ച് വേറെ അന്താരാഷ്ട്ര ദിനം ഇന്നുണ്ട്. സെലിബ്രേഷൻ ഓഫ് ദ സോൾസ്റ്റൈസ് എന്ന് പറഞ്ഞിട്ട് അയനാന്ത്യത്തിന്റെ പിന്നെ ദിനമാണിന്ന്. അതുകൊണ്ട് അപ്പൊ ഇത് ആകെ എനിക്ക് തോന്നുന്നത് ഇതിനെ ആതിര UN-ന്റെ അംഗീകാരം എന്ന് പറയുന്നതിന് പിന്നെ വലിയ അർത്ഥമൊന്നുമില്ല, യാതൊരു അർത്ഥമില്ല ഞാൻ പറയാം. കാരണം വെച്ചാൽ 2014 ഇത് വരുന്നത്. 2014 നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറയുന്നു ഇങ്ങനെ യോഗ എന്ന് പറഞ്ഞ യോഗ ഞങ്ങളുടെ പാരമ്പര്യമാണ്, യോഗ ദിനം വേണമെന്ന് മൂപ്പര് അന്താരാഷ്ട്ര UN മീറ്റിങ്ങിന് ആവശ്യപ്പെടുന്നു. 2 മണിക്കൂറാണ് ഇവർ ചർച്ച നടക്കുന്നത്. അതങ്ങ് അംഗീകരിക്കുകയാണ്. അത് ഈ യോഗ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഇതിന്റെ ഗുണദോഷങ്ങൾ എന്താണ്, ഇതിന്റെ ചരിത്രം എന്താണ് എന്നൊന്നും പഠിച്ചിട്ടുള്ള വലിയൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടൊരു കാര്യമേ അല്ല. ഇന്ത്യ ഒരു സംഗതി ആവശ്യപ്പെടുന്നു, അത് അംഗീകരിക്കുന്നു. മനസ്സിലായി? അത് നമ്മുടെ ഒരു രാഷ്ട്രീയ വിജയം മാത്രം, നമ്മുടെ സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ വിജയമാണ്. ഇതൊരു അംഗീകാരമേ ആവുന്നില്ല. അതായത് UN എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു ബോഡിയല്ല, ഒരു ശാസ്ത്രത്തിന്റെ ബോഡിയല്ല. ഇതിന്റെ ശാസ്ത്രമോ ചരിത്രമോ ശാസ്ത്രത്തിന്റെ ബോഡിയാണ്. WHO എന്താ പറഞ്ഞിട്ട് ഇത് യുഎന്റെ കാര്യം ഞാൻ പറഞ്ഞത്. UN ഇന്റർനാഷണൽ ഡേ ആണ് ഞാൻ പറയുന്നത്. അപ്പോ അങ്ങനെ ഈ ഒരു ഇന്റർനാഷണൽ ഡേ ഇതിന്റെ പേരിൽ ഉണ്ട് എന്നുള്ളതിന് ഇതൊരു അന്താരാഷ്ട്ര അംഗീകാരമായി കണക്കാക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അന്താരാഷ്ട്രമായി ലോകം മൊത്തം അംഗീകരിച്ചാലും പിന്നെ ഇത് ഒരു കള്ളച്ചരക്ക് തന്നെയാണ്. ആരൊക്കെ അംഗീകരിച്ചാലും മനസ്സിലായില്ലേ? ഇപ്പൊ ഹിറ്റ്ലറെ കുറെ ആൾക്കാർ എല്ലാവരും നിന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ ഒറ്റ ഒരാൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരാള്, എനിക്ക് ബോധ്യമുള്ള ഒരാൾ ഞാൻ എനിക്ക് ബോധ്യമുള്ളത് ഞാൻ തിരിച്ചു പറയണം. അത് ലോകം മൊത്തം അംഗീകരിച്ചാലും എന്താ പറയാ, പിന്നെ പകല് രാത്രി ആവുന്നില്ല, രാത്രി പകലും ആവുന്നില്ല. എന്റെ ബോധ്യം തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ചെയ്തേ പറ്റൂ. അതാണ് എന്റെ കാര്യം. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പ്രാണായാമം എന്ന് പറയുന്ന ഒരു യോഗാസനം, അപ്പൊ നമ്മള് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമുക്ക് ഈ പറയുന്ന മറ്റ് ആസനങ്ങളെ കുറിച്ച് ഡോക്ടർ തന്നെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് യോഗ ചെയ്യാനുള്ള ഭയം ഉണ്ടാവും കേട്ടോ. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ കൂടെ. ഡോക്ടർ പറയുന്നതിനെ വിശദീകരിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വിധത്തിൽ, അതായത് യോഗയുടെ ഇൻഡെപ്തിൽ പോയ ആളെ കുറിച്ച് എനിക്കറിയില്ല, കുറച്ചൊക്കെ യോഗ അറിയുന്ന ഒരാൾക്ക് പിന്നെ ഒരു ഭയം തോന്നും. ഈ യോഗ ചെയ്യാനുള്ള ഒരു ഭയപ്പെടുത്തൽ അതിനകത്തുണ്ട്, ഡോക്ടറുടെ സംസാരത്തിൻ്റെ രീതിയിലും അല്ലെങ്കിൽ അതിനെ ശാസ്ത്രീയമായി വിശദീകരിക്കുന്ന കാര്യത്തിലും. അപ്പോൾ ഈ ശ്വസനക്രിയകൾ എങ്ങനെയാണ് ഡോക്ടർ ഇത്രമാത്രം നമുക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അത് നമ്മൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല മാനസികമായ പ്രശ്നങ്ങളെയും അത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമല്ലേ? അതിനെ എങ്ങനെയാണ് നമ്മൾ ഇത്രമാത്രം എതിർക്കേണ്ടി വരുന്നത്? ഇതിൽ 2 വിഷയങ്ങൾ ആദ്യം അന്വേഷിച്ചിട്ടുണ്ട്. ഇത് 2 നമുക്ക് ഓരോ മണിക്കൂർ സംസാരിക്കാനുണ്ട്. അത്രയ്ക്ക് സമയം നമുക്കില്ല. ധ്യാനവും ഈ പ്രാണായാമവും 2 കൂടെ മിക്സ് ചെയ്തിട്ടാണ് വന്നത്. 2 കൂടെ പറയാനേ പറ്റില്ല, 2 സംഗതിയാണ്. ആ ബോധ്യം ആദ്യം വേണം. പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ശ്രീ രവിശങ്കറിൻ്റെ ഒക്കെ ചെയ്യുന്ന
വളരെ ശക്തിയിൽ ഇങ്ങനെ വലിക്കുന്ന സംഭവം. അതുപോലെ പലരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അനുലോമം വിലോമം, പ്രാണായാമം, ഭസ്ത്രിക എന്ന് പറഞ്ഞ പല രീതിയിലും ഇത് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഈ കാണുന്ന ഈ പ്രാണായാമം, ധ്യാനം, ഇന്ന് കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതൊന്നും ഇന്നത്തെ ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു വിഷയം എന്താണ്, മനസ്സമാധാനം എന്നുള്ള മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള സാധനമല്ല ഇത്. ധ്യാനം ഒരു ഉണ്ടായ കാലത്ത് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അകപ്പാതാളത്തിലേക്കുള്ള തുറിച്ചു നോട്ടം എന്നാണ് ലുക്കിംഗ് ഇൻ ടു ദ ഇന്റേണൽ അബിസ് എന്നാണ് അതിനെപ്പറ്റി ഒരു യോഗി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു തരം മനുഷ്യരുടെ സാധനമാണ്. ദൈനംദിന ജീവിതത്തിൽ കുടുംബവും കുട്ടികളും പ്രാരബ്ധങ്ങളും ജോലിയും ഒക്കെയായി ലൗകിക ജീവിതം നയിച്ചിരുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള ഒരു സാധനമേ അല്ല ഈ പ്രാണായാമമായാലും ധ്യാനമായാലും. ഇത് വേറൊരു ഗ്രൂപ്പിന്റെ സാധനമാണ്. ഇപ്പൊ ഹഠയോഗികൾ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നൊക്കെ അകന്ന് ജീവിച്ചിരുന്ന ഒരു ഇറോട്ടിക്കോ മിസ്റ്റിക്കൽ പ്രാക്ടീസ് എന്ന് പറയാം. ലൈംഗിക രഹസ്യാത്മക സാധനയുമായി കഴിഞ്ഞ ആൾക്കാരുടെ ചരക്കുകളാണ് ഇതൊക്കെ. അത് അവരുടെ രീതിയിലാണ്. ഹിപ്പികളെ പോലെ ഇപ്പൊ ഇവര് ശിവമൂലി അതും അവർ സേവിക്കും എന്ന് പറഞ്ഞാൽ കഞ്ചാവ്. ഈ രീതിയിൽ അതീന്ദ്രിയ അനുഭവങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു എന്താ പറയുക, ബഹിഷ്കൃത എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ വേറിട്ട് നടന്നിരുന്ന ഒരു സമൂഹത്തിന്റെ പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടി ഒന്നും ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനമല്ലെന്നേ. മനസ്സമാധാനത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത സാധനം മനസ്സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, ലൗകിക ബന്ധങ്ങളിൽ നിന്ന് വിമുക്തരാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രാണായാമത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിശക്തിയായിട്ട് ഇങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മസ്തിഷ്കത്തിൻ്റെ രക്തയോട്ടം കുറയുക എന്ന കാര്യമാണ് സംഭവിക്കുന്നത്. മസ്തിഷ്കത്തിലെ രക്തയോട്ടം കുറയുക. അത് ഇത് വിൽപ്പന നടത്തുന്ന ശ്വാസ വിൽപ്പനക്കാർക്ക് ഇതുവരെ മനസ്സിലായില്ല. അവർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഇങ്ങനെ അടിച്ചു കയറുക. അങ്ങനെയല്ല സംഭവിക്കുന്നത്. മസ്തിഷ്കത്തിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് 50 to 54 ml per 100 gram of tissue per minute ഇത്ര മാത്രമേ രക്തം അവിടെ എത്താൻ പാടുള്ളൂ. കാരണം തലയോടി എന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ട് ഒരു മില്ലിമീറ്റർ പോലും വലിപ്പം വികസിക്കാൻ സാധ്യതയില്ലാത്ത വളരെ ശക്തമായിട്ടുള്ളൊരു ഓടാണ്, തലയോടാണ് ഇതിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ലേശം പോലും സ്പേസ് കൂടാൻ പറ്റില്ല. കൃത്യമായിട്ട് കുറഞ്ഞാൽ രക്തോട്ടമില്ലാതാണ് മരിച്ചു. അപ്പോൾ 50 to 54 ml per 100 gram of tissue per minute ആണ് മസ്തിഷ്കത്തിലേക്ക് എത്തേണ്ട രക്തം. ഇത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? എങ്ങനെയാണ് ഇത് നിർണ്ണയിക്കപ്പെടുന്നത്? മസ്തിഷ്കത്തിൽ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ കൂടുതൽ രക്തം ആവശ്യം വരും. അപ്പോൾ ഇതൊന്ന് വികസിക്കും. അപ്പോൾ കൂടുതൽ രക്തം അങ്ങോട്ട് ഒഴുകും. അപ്പോൾ 50 to 54 ഇത് നിൽക്കും. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുമ്പോൾ രക്തക്കുഴലുകൾ സങ്കോചിക്കും. മനസ്സിലായോ? ശ്വാസം ശക്തിയായി വരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് വളരെ പെട്ടെന്ന് പുറത്തു പോകും. കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെ ഡിഫ്യൂഷൻ കപ്പാസിറ്റി തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ അതിശക്തിയായി ശ്വാസം വലിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പോവുകയും ആ രീതിയിൽ ഓക്സിജൻ അങ്ങോട്ട് കയറാൻ പറ്റില്ല. വളരെ വലിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഡിഫ്യൂഷൻ കപ്പാസിറ്റി തമ്മിൽ. വിച്ച് മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ വളരെ പെട്ടെന്ന് കുറയും. ഹൈപ്പോകാർബിയ എന്നുള്ള അവസ്ഥയുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? മസ്തിഷ്കത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുമ്പോൾ അതനുസരിച്ചിട്ട് രക്തക്കുഴൽ ചുരുങ്ങി വരും. രക്തത്തിൽ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കമ്മിയാവും. തലച്ചോറിലെ കോശങ്ങൾക്ക് അപകടം സംഭവിക്കും. ചിലത് മരിച്ചു പോകും. യു ആർ ഫ്രൈയിങ് യുവർ നമ്മൾ ഓരോ ഇങ്ങനെ ഉല പോലെ ഇങ്ങനെ ഊതുമ്പോൾ നിങ്ങൾ മസ്തിഷ്കത്തിലെ കോശങ്ങളെ ഫ്രൈ ചെയ്യാണ്. ഞാൻ പറയാം ഓരോ തവണയും ഓരോ ശ്വാസം ഇങ്ങനെ ഈ ദീർഘശ്വാസം വലിക്കുമ്പോൾ നിങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറച്ചിട്ട് മസ്തിഷ്ക കോശങ്ങളെ കൊലക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതൊരു തരം ഈ മസ്തിഷ്ക പ്രവർത്തനം മന്ദീഭവിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അതാണ് ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയ. ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ സംഗതി ഉണ്ട്. ലൈംഗിക ഒരു സ്വാധീനമാണത്. കഴുത്തിൽ ആൾക്കാർ കയറ് കൊടുക്കിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സംഭവം. ഇതിന് സംഭവിക്കുന്ന സെയിം സാധനമാണ്. യു ഗെറ്റ് എ കൈൻഡ് ഓഫ് പ്ലഷർ, എ വിയേർഡ് പ്ലഷർ. It is a part of the erotico mystical practice that these people, Hadayogis, used to do 3 centuries back. അവർ കഴുത്ത് കയറുന്നതിന് പകരം എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ശ്വാസം വലിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം അത്. അവരുടെ വേറെ പല ടെക്നിക്കുകളുണ്ട്. നാവിനെ വളച്ചിട്ട് മേലോട്ട് കൊണ്ട് ഈ ശ്വാസം കുറക്കുക, തലച്ചോറിലെ രക്തോട്ടം, എങ്ങനെയെങ്കിലും തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുക. അത് പല
മദ്യമായാലും കഞ്ചാവായാലും ആൽക്കഹോളായാലും ഒക്കെ ചെയ്യുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുക എന്നുള്ള ഒരു രസാനുഭൂതി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു അതിൻ്റെ രഹസ്യാത്മക സാധനയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു സാധനമാണ് ഈ നമ്മൾ ഈ പറഞ്ഞ ശക്തിയായിട്ടുള്ള ശ്വാസം വലിക്കാൻ പല പരിപാടികളിലൂടെ അല്ലെങ്കിൽ ശ്വാസം ബന്ധിക്കാനുള്ള ഈ ജാലന്ധര മുദ്ര, ഖേജരി മുദ്ര തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അടിസ്ഥാനപരമായി മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ എങ്ങനെ കുറക്കാം എന്നതിനുള്ള ശ്രമങ്ങൾ മാത്രമാണ്. ഇത് ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇതാരും ഈ ഒരു പർട്ടിക്കുലർ സംഗതി ഞാൻ വളരെ പഠിച്ചപ്പോൾ എനിക്കത് മനസ്സിലായത്. ഇതൊന്നും ആരും ഈ രീതിയിൽ ആലോചിക്കുന്ന പോലും ഇല്ല എന്നാണ് അതിൻ്റെ ഇത് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രാണായാമം ചെയ്തത് കൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടമായത് ഡോക്ടർക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഞാൻ അങ്ങനെയല്ല ഇതിലേക്ക് നമ്മുടെ തലച്ചോറിലേക്ക് രക്തചംക്രമണം നടക്കാതെ വരുമ്പോൾ മരണത്തിലേക്ക് എത്തുമല്ലോ. അല്ല, അങ്ങനെ ഞാൻ പറയുന്നത് അതിനൊരു സംഗതിയില്ല. പെട്ടെന്ന് ആ രീതിയിലേക്ക് ഒരിക്കലും സംഭവിക്കില്ല. കാരണം എന്താ പറയാ, എന്ത് സംഭവിക്കാൻ അറിയോ, ആള് ബോധരഹിതനാവും. അതൊരു ലെവൽ കഴിഞ്ഞാൽ ഇത് നിയന്ത്രിതമായി ചെയ്യുന്നതാണല്ലോ അത്. ഇതിന്റെ ഒക്കെ ഇപ്പോൾ ഓട്ടോറോട്ടിസ് ആസ്പെക്ട്സ് കൊണ്ട് എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ മരിക്കുന്നുള്ളൂ. കഴുത്തിൽ കയറ് കൊടുക്കി ലൈംഗിക പ്രക്രിയകളിൽ ഏർപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് ഈ ഓട്ടോറോട്ടിസ് ആസ്പെക്ട്സ്. അതിൽ മരിച്ചു പോകുന്നത് വളരെ അപൂർവമാണ്. ഒരു അപകടം വരുമ്പോഴേ മരിച്ചു പോകുന്നുള്ളൂ. ഇതേ കാര്യം ഈ നമ്മൾ ഈ ചെയ്യുന്ന വലിയ പ്രാണായാമം എന്ന് പറഞ്ഞ സംഗതി ചോക്കിംഗ് ഗെയിം എന്ന രീതിയിൽ പിന്നെ അമേരിക്കയിൽ ചെയ്യുന്നുണ്ട്. അവിടെ 80 കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. അതെനിക്ക് തെളിയിക്കാൻ പറ്റും. അതിന് രേഖയുണ്ട്. ഇതിനൊന്നും രേഖയില്ല. അവർ പ്രാണായാമം എന്നല്ല അതിനെ പറയാം, അവർ ചോക്കിംഗ് ഗെയിം എന്നാണ് പറയാം. അവരിതേപോലെ വളരെ ശക്തിയായിട്ട് ഇങ്ങനെ വരും, കുറേ നേരം വലിച്ചിട്ട് ഒരു ലെവലെത്തും അപ്പോഴേയും താഴെ വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇയാളുടെ കൺട്രോൾ പോയി. അപ്പോൾ ബോധം തെളിച്ചു വരും. തിരിഞ്ഞു വരുന്ന സമയത്ത് രക്തോട്ടം തലയിലേക്ക് തിരിച്ചു വരും. ഭയങ്കര ഒരു ആനന്ദാനുഭൂതിയൊക്കെ ഉണ്ടാവും. അലെണീറ്റ് വരും. ഇങ്ങനെ വീഴുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്നത് അറിയാമോ, തല പിന്നിലുള്ള എന്തെങ്കിലും ഒന്ന് അടിച്ചു പോയാൽ ആൾ മരിച്ചു. കാരണം ആ വീഴുന്നതിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചോക്കിംഗ് ഗെയിം വേറെ രീതിയിൽ ചെയ്യും, കഴുത്തിൽ കയറ് കൊടുക്കിയിട്ട്. അതാണ് പെട്ടെന്ന് ആൾക്കാർ മരിച്ചു പോവുക. അപ്പോൾ ചോദ്യമായിരുന്നു, പ്രാണായാമം ചെയ്തിട്ട് ആരും മരിച്ചു പോയിട്ടുണ്ടോ? പ്രാണായാമം ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് മരിക്കുന്നില്ല. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മരിച്ചു പോകുന്ന സംഗതിയില്ല. ഖേജരി മുദ്ര ചെയ്തിട്ട് ആൾക്കാർ മരിച്ചു പോയ ചരിത്രങ്ങൾ എത്രയോ ഉണ്ട്. ഈ നാവ് പിന്നിലേക്ക് മടക്കിയിട്ട് ശ്വാസം ചെയ്യുന്ന ഈ യോഗികളുടെ അതിന് മരിച്ചു പോയതായിട്ട് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡോക്ടറുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മളിങ്ങനെ ശക്തിയായി വലിക്കുന്നു എന്നുള്ള ഒരു പ്രോസസ്സാണല്ലോ നടക്കുന്നത്. നമ്മൾ പല കായിക അധ്വാനങ്ങൾ, ഇപ്പോൾ ഉസൈൻ ബോൾട്ട് ഓടുന്നുണ്ട് അല്ലേ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വേഗതയിലാണ് അദ്ദേഹം ഓടിത്തീർക്കുന്നത്. നമ്മളതിനെ പല ചിറ്റപ്പുലിയുടെ വേഗതയോടുകൂടി നമ്മളതിനെ താരതമ്യം ചെയ്യുന്നു. അപ്പൊ അത്രയും വലിയ ഒരു ലങ് കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടെങ്കിൽ എത്രയൊക്കെ കായിക അധ്വാനത്തിനാണ് അദ്ദേഹം അത്രയും സമയം ചെലവഴിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ശ്വാസ പ്രശ്നത്തിന് ഇതേ പ്രോബ്ലം വരില്ലേ? ഓട്ടക്കാരുടെ കാര്യമാണല്ലോ ഇപ്പൊ അതിലെ ചോദിച്ചത്. അതില് അങ്ങനെ അല്ലാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഈ രണ്ട് നമ്മൾ പറഞ്ഞ ഈ സിറ്റുവേഷൻസ് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളതായിട്ട് അതിലേക്ക് തോന്നുന്നുണ്ടോ? ഈ രണ്ട് സിറ്റുവേഷൻ ആണല്ലോ. ഒന്ന് നമ്മൾ ഇരുന്ന് ശ്വാസം വലിക്കുന്നു, അയാൾ ആകെ ചെയ്യുന്ന കാര്യം എന്താണ്? ശ്വാസം വലിക്കാനുള്ള മാത്രമാണ് ചെയ്യുന്നത്. മറ്റേ ആളെന്താ ചെയ്യുന്നത്? ഫിസിക്കൽ എക്സസൈസ് ആണ് ചെയ്യുന്നത്. എല്ലാ മസിലുകളും പരമാവധി വർക്ക് ചെയ്യണം. എന്താ അപ്പോൾ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലൂക്കോസ് കത്തുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നത്. ധാരാളമായി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ഒരാൾ ഓടുന്നത്. അപ്പോഴെന്താ സംഭവിക്കുക? ഒരുപാട് കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായ? അപ്പോൾ ഈ പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. മറ്റേ നീട്ടി ശ്വാസം വലിക്കും വെറുതെ ഇരിക്കുന്ന ആൾ ചെയ്യുന്നത് എന്താണ്? ശരീരത്തിൽ ഉള്ള കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് നൽകാനുള്ള പ്രവണത മാത്രം. അസാധാരണമായ വിധം കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുക എന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് ഓടുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും വീട് താരതമ്യമില്ല. മനസ്സിലായ? ഒരാൾ നിശ്ചലനായിരുന്ന് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ സ്വാഭാവികമായുള്ള ഉപാവാചിക പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളിക്കൊണ്ടേയിരിക്കുക എന്നർത്ഥം. മറ്റതങ്ങനെയല്ല. ദീർഘദൂര ഓട്ടത്തിൽ അമിതമായി ഉൽപ്പാദിക്കപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് അവിടെ. അപ്പോൾ ഈ പ്രശ്നം ഒരിക്കലും വരുന്നില്ല. രണ്ടും ഒരു താരതമ്യമില്ല എന്നർത്ഥം. അപ്പൊ ഞാൻ ഡോക്ടർ അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിക്കാം, ഇപ്പൊ ജിംനാസ്റ്റിക്സ്, സർക്കസ് പോലെയുള്ള ഇതിൽ നിന്നാണ് ഈ യോഗ ഉണ്ടായെന്ന് ഡോക്ടർ പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വളരെ പുരാതനമായ കാലഘട്ടം മുതൽ പതഞ്ജലി പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അത്തരം എഴുത്തുകൾ വരുന്നു. ഈ ആസനങ്ങൾ ഒരുപക്ഷെ പിന്നീട് ഉണ്ടായതാന്ന് നമുക്ക് 20-ാം നൂറ്റാണ്ടിലേക്ക് പറയാം. പക്ഷെ 19-ാം നൂറ്റാണ്ടിലുണ്ടായ ജിംനാസ്റ്റിക്സും അല്ലെങ്കിൽ 1968 കാലഘട്ടത്തിലുണ്ടായ
സർക്കസും ഒക്കെ എങ്ങനെയാണ് സാർ ഇതിനെ സ്വാധീനിച്ചു എന്ന് നമ്മൾ പറയാം? അതിന് മുന്നേ ഈ യോഗ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിലവിലുണ്ടല്ലോ. ഉണ്ട്, യോഗ ഉണ്ട്. ഞാൻ അതാണ് പറഞ്ഞു വന്നത്, പല ട്രഡീഷനും ഉണ്ട്. ഇപ്പോൾ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ പതഞ്ജലിയുടെ യോഗസൂത്രം എടുത്തു കഴിഞ്ഞാൽ ആസനത്തിന് അത്രയേ പ്രാധാന്യമുള്ളൂ. ഇപ്പം ഇത് വിവേകാനന്ദൻ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ആ ട്രാൻസ്ലേഷനൊക്കെ വായിക്കാം. അതിൽ ഈ ആസനങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അവരുടേത് യോഗ ചിത്രവൃത്തി നിരോധം എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. ആ പാരമ്പര്യത്തിൽ നമ്മൾ ഈ കാണുന്ന, ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്, ഇപ്പം എന്താണ് ഇന്ന് യോഗ എന്ന രീതിയിൽ നടത്തപ്പെടുന്നത്? ഇപ്പോൾ പ്രധാനമന്ത്രിയും ആൾക്കാരും നിരന്നിരുന്ന് ചെയ്യുന്ന കാര്യം എന്താണ്? 36 മിനിറ്റ് ചെയ്താൽ 26 മിനിറ്റും ആസനങ്ങളാണ്. ബാക്കി ഒരു 8 മിനിറ്റോളം, റഫായിട്ട് പറയുന്നതാണ്, കറക്റ്റായിട്ട് എൻ്റെ കണക്കിൻ്റെ അടുത്തുണ്ട്, ഇപ്പം നോക്കിയാലേ പറയാൻ പറ്റും. പിന്നെ ഒരു 10 മിനിറ്റോളം പ്രാണായാമം ചെയ്യും, അവസാനം 2 മിനിറ്റ് ധ്യാനം ചെയ്യും. ഇതാണ് എൻ്റെ കമ്പോണന്റ്. അപ്പൊ ഈ ആസന യോഗ എന്നൊരു വാക്ക് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആസനപ്രധാനമായ യോഗ എന്നത് 20ാം നൂറ്റാണ്ട് സൃഷ്ടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ശീർഷാസനം എന്നൊരു വാക്ക് ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ഹഠയോഗ ഗ്രന്ഥത്തിൽ കണ്ടെത്തിയാൽ 1,00,000 രൂപ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഈ പിന്നെ എന്താ പറയുക, സൂര്യ നമസ്കാരം എന്ന സാധനം 1928 10 പോയിന്റ് വേ ഓഫ് ഹെൽത്ത് എന്നൊരു പുസ്തകത്തിനകത്ത് പിന്നെ ഔന്ധിലെ രാജാവ് വന്നിട്ടാണ് ഇത് ആൾക്കാരെടുത്ത് വന്നത്. അയാൾ ഉണ്ടാക്കിയതാണ് 1908 ശേഷം. അതിനു മുമ്പേ ഈ യൂജീൻ സാൻഡോവിൻ്റെ ശിഷ്യനായിട്ട് ഈ കായിക പ്രാക്ടീസുകളൊക്കെ ചെയ്ത യൂജീൻ സാൻഡോവിൻ്റെ ഉപകരണങ്ങളും പുസ്തകങ്ങളും പോസ്റ്റലായിട്ട് വരുത്തി അത് 10 കൊല്ലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ശരീര സൗന്ദര്യ ചെയ്യുന്ന ഒരാളാണ്. ഈ കായിക പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോഡി ബിൽഡറായിരുന്നു ഈ രാജാവ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആൾക്കാർക്ക് ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടാണ് ഈ സൂര്യ നമസ്കാരം എന്ന സാധനം ഉണ്ടായിക്കൊണ്ടത്. ഇപ്പം പറയുമ്പോൾ 2000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് സൂര്യ നമസ്കാരം എന്ന് പറയും. ഇല്ല. ഈ ഔന്ധിലെ മഹാരാജാവ് ഈ 1908 ശേഷം ഈ സാധനം ഉണ്ടാക്കിയത് എന്നല്ലാതെ ഈ സൂര്യ നമസ്കാരത്തെക്കുറിച്ചുള്ള ഒരു റെഫറൻസ് ഏതെങ്കിലും പുസ്തകത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ 1,00,000 രൂപ കൊടുക്കാമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പൂച്ചക്കുഞ്ഞിന് വേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ പറയുന്ന മഹാപാരമ്പര്യത്തും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇത് ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ചെയ്യുന്ന അങ്ങനെ ഇരിക്ക്, ഇങ്ങനെ ഇരിക്ക്, തല ഊറ്റി നിൽക്ക്, ശീർഷാസനം, കിങ് ഓഫ് ആസനാസ് എന്നാണ് പറയുക. അപകടകരമായ സാധനങ്ങൾ ഇതൊക്കെ. ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് എല്ലാ പ്രശ്നങ്ങളും, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡൽഹിയിലുള്ള ഡോക്ടർ അശോക് രാജഗോപാൽ ടെലിഗ്രാഫിൽ ഒരു പിന്നെ UK ടെലിഗ്രാഫിൽ ഒരു ലേഖനം, ഒരു ഇതുണ്ടായിരുന്നു. അദ്ദേഹം ഈ യോഗാചാര്യന്മാരുടെ മുട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. കാരണം മുട്ടിനിങ്ങനെ വളരെ അൺഫിസിയോളജിക്കായ രീതികളിലേക്ക് മടക്കുകയെന്ന് ചെയ്തിട്ട് ഇഞ്ചുറി വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ പാരമ്പര്യത്തിൻ്റെ കഥയൊക്കെ ക്രിട്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കഥയില്ലാത്ത കാര്യങ്ങളാണ്. പാരമ്പര്യം ഉണ്ട് എന്നുള്ളത് നന്നാവും എന്നല്ല പറഞ്ഞത്, അതുപോലും ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ പാരമ്പര്യത്തിന്റെ കഥയൊക്കെ വളരെ 20ാം നൂറ്റാണ്ടിന്റെ കഥയേ ഉള്ളൂ. അവിടെ ഒരു എതിർവാദം ഞാൻ ചോദിച്ചോട്ടെ. അതായത് നമ്മളിപ്പോ ഇപ്പൊ വൈദ്യശാസ്ത്രം തുടങ്ങിയ സ്ഥലത്തല്ലല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണല്ലോ വൈദ്യശാസ്ത്രം. ഏറ്റവും നൂതനമായ ഇന്നിപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലും പുതിയ പഠനങ്ങൾ നടക്കുകയായിരിക്കും. അപ്പൊ അതുപോലെ മാറ്റങ്ങൾ വരുന്നു എന്നതിനെ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കേണ്ട കാര്യമുണ്ടോ ഡോക്ടറെ? ശാസ്ത്രവും കപടശാസ്ത്രവും തമ്മിലൊരു വ്യത്യാസം തന്നെ അതാണ്. അതായത് ശാസ്ത്രത്തിൻ്റെ രീതിയല്ല ഇവർ പിന്തുടരുന്നത്. ഇപ്പോൾ എന്താണ് യോഗയിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം? ഇപ്പോൾ എന്താണ് 20ാം നൂറ്റാണ്ട് ചെയ്തിട്ടുള്ളത്? ഞാനീ പറഞ്ഞതുപോലെ ഓരോ ദിക്കിൽ നിന്ന് ഓരോ സാധനം എടുത്തു കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ വെച്ച കൈ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് അതിന് ദുർവാസാസനം എന്ന് പേരിടുക, അതിന് വേറൊരു സുഗ്രീവാസനം എന്ന് പേരിടുക. ഇങ്ങനെയുള്ള സംസ്കൃത പേരുകൾ ഇട്ടുകൊണ്ട് വിവിധ ശാരീരിക നിലകളെ ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് ഇതാണ് നടന്നിട്ടുള്ള റിസർച്ചൊക്കെ, ഇതാണ് നടന്നിട്ടുള്ള എല്ലാ കാര്യവും. ഇപ്പം നടന്നിട്ട് ബാബ രാംദേവ് ദ്വിചക്രികാസനം എന്നൊരു ആസനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? എയർ സൈക്ലിംഗ്, മലം കിടന്ന് കാലിങ്ങനെ കറക്കുക എന്നുള്ള സാധനത്തിന് മുമ്പ് ദ്വിചക്രികാസനം എന്നൊരു പേരിട്ടു. ഇതൊരു പുരോഗതിയല്ലെന്നേ, ഇതൊരു പുരോഗതിയല്ല. കപടശാസ്ത്രങ്ങളുടെ രീതി ഇതാണ്. ഈ തരം കള്ളച്ചരക്കുകൾ, ആ കള്ളച്ചരക്കുകളായിട്ട് ഓരോ സ്ഥലങ്ങൾ എടുത്തുകൊണ്ട് വളരെ നമ്മൾ എക്സസൈസിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണല്ലോ അത്. എന്തിനാ യോഗ എന്ന് വിളിക്കുന്നത് ചോദിക്കുന്നത്? എന്താണ്? വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? അതാണ് ചോദിക്കുന്നത്.
ഇതിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ ഘടനയെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത ആൾക്കാർ ആണ് ഈ ശീർഷാസനവും ഈ പിന്നെ ഷോൾഡർ സ്റ്റാൻഡും ഇങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ അപകടകരമാണ് എന്നുള്ള യാതൊരു ബോധ്യവും ആൾക്കാർക്കില്ല. ഇതൊക്കെ അമ്മയുടെ മുലപ്പാൽ പോലെ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കണ്ണിൻ്റെ രോഗത്തിന് ചികിത്സയായിട്ട് ശീർഷാസനം ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അകത്തുള്ള ഈ കണ്ണിൻ്റെ അകത്തുള്ള ഇൻട്രാവോക്കുലർ പ്രഷർ ഇരട്ടിയാവുന്നത്. ഡോക്ടർ പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ശീർഷാസനം എന്ന് പറയുന്നത് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്നു എന്നാണല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പോൾ വോൾട്ട് ചെയ്യുമ്പോഴും ഹൈ ജമ്പ് ചെയ്യുമ്പോഴും നമ്മളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഓപ്പോസിറ്റ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഇതേപോലെ പ്രശ്നം തല കുനിക്കാത്ത മനുഷ്യരല്ല, തല കുനിച്ചു പോയി കൊണ്ട് നീ പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്. തലയുടെ മുകളിൽ ലോഡ് വരികയാണ്, ഇതേ രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ദിവസമല്ല, തുടർച്ചയായിട്ട് കുറേ ദിവസം തുടർച്ചയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അത്രയും സമയം ഇൻട്രാക്കുലർ പ്രഷർ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അതിനായിട്ട് ഡാമേജ് ഉണ്ടാവും, മനസ്സിലായോ? വലിയ ഡാമേജ് ഉണ്ടാവും. ഈ ലോകത്ത് അന്ധതയുടെ ഏറ്റവും പ്രധാനമായ കാരണങ്ങൾ രണ്ടാമത്തേത് ഗ്ലോക്കോമയാണ്. ഏറ്റവും പ്രധാനമായ ഒന്നാമത്തേത് തിമിരം, രണ്ടാമത്തേത് ഗ്ലോക്കോമ. ഈ ഗ്ലോക്കോമ എന്ന് വെച്ചാൽ ഇൻട്രാവോക്കുലർ പ്രഷർ കൂടുന്ന ഇത് വലിയ അപകടം ഉണ്ടാക്കും ഈ ശീർഷാസനം എന്ന സാധനം ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയൊന്നും ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുസ്തകത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ ചികിത്സക്ക് ആദ്യം തന്നെ പറയാം ശീർഷാസനം. അതാണ് തമാശ. ഐസ്, ഇപ്പം ഇത് രോഗങ്ങളുടെ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. ഐസിന് ആദ്യത്തേത് ശീർഷാസന, ആദ്യത്തേത്. ഞാൻ പറഞ്ഞ അത്ര പോലും ഈ മനുഷ്യ ശരീരത്തിന്റെ ഘടനയോ പ്രവർത്തനത്തെ കുറിച്ച് ധാരണയില്ലാത്ത ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ളച്ചരക്കാണിത്. ധ്യാനത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ ഭയങ്കരമായ ഒരു ടെൻഷൻ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കാം. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാക്ക് ഉപയോഗിക്കുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് അല്ലേ? അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനെ കുറയ്ക്കാൻ വേണ്ടി എന്ത് മാർഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നടക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റും. ഈ സ്ട്രെസ് എന്തായാലും കുറയ്ക്കണം, ഇത് കൊണ്ടു നടക്കാൻ ആർക്കും വയ്യതാനും, എന്നാൽ ഇത് ഉണ്ടാകുന്നതുകൊണ്ട് ഈ സമയത്ത് ഇത്തരം യോഗ പോലെയുള്ള കാര്യങ്ങൾ പരിശീലിക്കുമ്പോൾ അത് കുറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ എന്തിനാണ് ഡോക്ടറെ എതിർത്തുകൊണ്ടേയിരിക്കുന്നത്? ഇപ്പൊ ഇവിടെ നമ്മുടെ ധ്യാനത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? അതെ അതെ, മെഡിറ്റേഷൻ എന്നുള്ള എല്ലാ കാര്യവും ഇപ്പൊ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എങ്ങനെയാണ് ധ്യാനം വർക്ക് ചെയ്യുന്നത് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു നാച്ചുറലിസ്റ്റ് വേൾഡ് വ്യൂ എന്ന് പറയും. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അഭൗമമായ യാതൊരു ശക്തികളിലും വിശ്വസിക്കുന്നില്ല. എല്ലാം പ്രകൃതിയിലുള്ള ഈ വസ്തുക്കളും പ്രതിഭാസങ്ങളും ഒക്കെ തന്നെയുള്ളൂ. അതായത് അഭൗതികമായ പ്രകൃത്യതീതമായ എന്തെങ്കിലും ഒരു വിശദീകരണങ്ങൾ ഇതിനൊന്നും ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ എന്താണ് ധ്യാനത്തിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് മനുഷ്യൻ? വാട്ട് ആർ യു? യു ആർ ദി നമ്മൾ മനുഷ്യ നീ മസ്തിഷ്കമാവുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ടെൻഷനില്ലായ്കയും ഇതൊക്കെ മസ്തിഷ്കമാണ്. അതല്ലെങ്കിൽ മസ്തിഷ്ക പ്രവർത്തനം ഇല്ലാതെ കഴിഞ്ഞാൽ നമ്മളില്ലാതായി പോയില്ലേ? മസ്തിഷ്കം തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ വ്യതിയാനം വരുത്തുക എന്നതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ധ്യാനത്തിൽ എന്താ സംഭവിക്കുന്നത്? ധ്യാനത്തിൽ സംഭവിക്കുന്നത് ന്യൂബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ ഇത് വിശദീകരണങ്ങൾ മാറ്റം വരാം. നമുക്ക് ഇന്ന് അറിയാം എങ്ങനെയാണ് ഈ ധ്യാനം എന്ന സംഗതി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ എന്താ പറയുക, അവനവനും ശേഷപ്രപഞ്ചവും തമ്മിലൊരു വ്യത്യാസമില്ലാത്ത ഒരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണല്ലോ ചെയ്യുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. എങ്ങനെയാണ് ധ്യാനം പ്രവർത്തിക്കുന്നത്? പോസ്റ്റോ സുപ്പീരിയർ പലേറ്റൽ ലോബ്യൂൾ, PSPL എന്ന് പറയുന്ന സാധനം, അതല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്ന സാധനങ്ങൾ ഈ മസ്തിഷ്കത്തിൻ്റെ രണ്ട് സൈഡിലുണ്ട്. ഇതിൻ്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും പ്രവർത്തന വ്യത്യാസങ്ങളുണ്ട്. ഇടതു ഭാഗത്തിൻ്റെ രീതി എന്ന് വെച്ചാൽ ഞാൻ എവിടെ അവസാനിക്കുന്നു, ഈ ശരീര എന്നുള്ള ഈ ശരീരത്തിനകത്തുള്ള ഞാൻ, എംബോഡീഡ് സെൽഫ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സദാസമയവും നമുക്ക് ലഭ്യമായിട്ടുള്ള ഇന്ദ്രിയ വിവരങ്ങളിൽ നിന്ന് സിന്തസൈസ് ചെയ്തിട്ട് എന്നെക്കുറിച്ചൊരു രൂപം അനുനിമിഷം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഭാഗം നിലനിൽക്കുന്നത്. ഇതിനെ എവിടെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളത്. പകലിന് വെളിച്ചം പോരാ, രാത്രിക്ക് കറുപ്പും പോരാ, വഴിയൊക്കെ ഇടുങ്ങിപ്പോയി, വാതിലുകൾ വലുതായും പോയി എന്ന് പറയും. എന്നുവെച്ചാൽ വലത് പറയറ്റിൽ ഈ പോസ്റ്റർ നമ്മളെ PSPL വർക്ക് ചെയ്യാതാവുമ്പോൾ നമുക്ക് നമ്മുടെ
നമ്മൾ ചുറ്റുമുള്ള സ്പേസിനെ കുറിച്ചുള്ള ബോധ്യം പോകും. ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷനിലൂടെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ. ഇതിനെ രണ്ടിനെയും അഫറൻറ്റ് ചെയ്യുക, ഇതിന് രണ്ടിനും ആവശ്യമായ രീതിയിലുള്ള ഇന്ദ്രിയ സംവേദനങ്ങൾ എത്തിക്കാതിരിക്കുക എന്ന പ്രവർത്തനമാണ് ധ്യാനത്തിലൂടെ നടക്കുന്നത്. ഇതുകൊണ്ട് വിശേഷിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. കുറച്ചു നേരം നിങ്ങളെ മസ്തിഷ്കത്തിനെ, ഒരു ഭാഗത്തിനെ, ഈ രണ്ട് സൈഡിനെ പ്രവർത്തനരഹിതമാക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ഈ സംവേദന എത്തിക്കാതിരിക്കുക എന്നുള്ളൊരു പണി മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇതേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമാനമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നൊരു സാധനമുണ്ട്. ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിനെ കുറച്ച് സമയത്തേക്ക് പ്രവർത്തനം കുറപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളില്ലാതാകുമോ? പ്രശ്നങ്ങളില്ലാതാവില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോൾ മാദകമായ മനോറാഞ്ചികളായിട്ടുള്ള വസ്തുക്കൾ കഴിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നുണ്ട്. സമാനമായ ഒരു സംഗതിയെ വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ അനുഭവിച്ചാൽ നമുക്ക് തോന്നും ഈ കണ്ടതൊന്നും കണക്കല്ല, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇതല്ല, ഞാനും പ്രപഞ്ചമൊക്കെ ഒന്നാണ് എന്നുള്ള ഫീലിംഗ് ഒക്കെ തോന്നും. മസ്തിഷ്കത്തിൻ്റെ താൽക്കാലികമായിട്ടൊരു അവസ്ഥ മാത്രമാണ് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇതൊന്നുമല്ല പ്രശ്നപരിഹാരത്തിലുള്ള മാർഗം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ധ്യാനം എന്നത് ഈ അതീന്ദ്രിയാനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയ ലോകത്തെ ഹിപ്പികൾ കണ്ടെത്തിയിട്ടുള്ളൊരു, ഹിപ്പികൾ ഞാൻ പറയുന്ന സന്യാസികൾ എന്നും പറയും, ഉണ്ടാക്കിയിട്ടൊരു വഴിയാണ്. അത് നമ്മുടെ ഇന്നത്തെ ഈ സാധനത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചാൽ, ഒരു വാതിൽ ലോക്ക് തുറക്കുന്നില്ല, കുറച്ച് എണ്ണയൊക്കെ ഇട്ട് ഒരു കീ എടുത്തിട്ട് ഒന്ന് തിരിച്ചൊക്കെ നോക്കുന്നതിന് പകരം ഒരു വലിയൊരു ബാറ്ററിങ് റാം കൊണ്ടുവന്ന് ഇടിച്ചു പൊട്ടിച്ച് അങ്ങനെ ഇരിക്കും, വാതിലേ ഉണ്ടാവില്ല. അതുപോലെയാണ് ഇത്രമേൽ അപകടകാരിയാവാൻ സാധ്യതയുള്ളൊരു സാധനത്തിന്, ഇത് ഡീപേഴ്സണലൈസേഷൻ അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള സാധനമാണ് ധ്യാനം എന്നുള്ളത്. അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വില്ലബി ബ്രിട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പഠനങ്ങൾ 2017 2021 വന്നിട്ടുണ്ട് ഈ ധ്യാനം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചിട്ട്. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഒറ്റ വാക്കിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളെ പോലെ ദൈനംദിന ജീവിതത്തിൽ മുഴുകിക്കഴിയുന്ന പ്രാപഞ്ചികരായ മനുഷ്യർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള, നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുള്ളി എണ്ണയോ താക്കോലോ ഒന്നുമല്ല. ദിസ് ഈസ് എ ബാറ്ററിങ് റാം. ഇത് കൊണ്ടുവന്ന് നിങ്ങൾ ഈ വാതിലും മേലിട്ട് ഇടിച്ചാൽ നിങ്ങളെ വാതിൽ പൊളിഞ്ഞു പോകും. നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങളാണ്. അത് പല പല ടെക്നിക്കുകൾ, ഈ അതിൻ്റെ ഈ രീതി അതെൻ്റെ ഭാഗമല്ല, മാനസിക ചികിത്സ എൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ആ വഴിക്ക് പോവാം. അതിൻ്റെ പ്രൊഫഷണൽസിനെ സമീപിക്കുക, അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജോലിയുടെ പ്രശ്നങ്ങളോ കുടുംബത്തിലെ പ്രശ്നങ്ങളോ ഒക്കെ കൈകാര്യം ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് പകരം എല്ലാ പ്രാപഞ്ചിക സംസാര ബന്ധങ്ങളിൽ മുക്തരായി ആധ്യാത്മിക ബ്രഹ്മാനന്ദത്തിൽ മുഴുകി കഴിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ കണ്ടുപിടിച്ച ഒരു മസ്തിഷ്ക വിദ്യയെ എടുത്തു പ്രയോഗിക്കുന്നത് അപകടമാണ്. ഇത് തീയാണ്. കളിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഞാൻ ഈ ധ്യാനത്തിന് എന്താന്ന് വെച്ചാൽ, ഈ ധ്യാനം നമ്മളെപ്പോഴും ബോധമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണല്ലോ ഇതിന്റെ യോഗയുടെ തുടക്കത്തിൽ ബോധമണ്ഡലത്തിൽ നിന്ന് പതിയെ ധ്യാനാവസ്ഥയിലേക്ക് പോകുന്നു എന്നാണല്ലോ വിശദീകരിക്കുന്നത്. ബോധാവസ്ഥയിൽ നിന്ന് ധ്യാനത്തിലേക്ക് പോകുന്നു എന്നാണ്. അതിന്റെ ഏറ്റവും അവസാനം അവർ പറയുന്നു സമാധി എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. സമാധി നമുക്ക് സാധാരണക്കാരന് ആവശ്യമുണ്ടാവില്ല, പക്ഷെ ധ്യാനം എന്നത് നമുക്ക് പലപ്പോഴും സാധാരണക്കാരന് ഉപയോഗപ്പെടില്ലേ? ഞാൻ ധ്യാനത്തിനെ മനസ്സിലാക്കുന്നത് അത് ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മയുടെ മുലപ്പാൽ പോലെ, ഈ യോഗാസനങ്ങളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ്. അമ്മയുടെ മുലപ്പാൽ പോലെ അപകടരഹിതമായ, കുട്ടികളെ പോലും പരിശീലിപ്പിക്കാവുന്ന ഒരു സാധനം എന്ന നിലയിലാണ് ധ്യാനം ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതും വിറ്റഴിക്കപ്പെടുന്നതും. അതങ്ങനെയല്ല. ഇത് വളരെ അപകടകരമാവാൻ സാധ്യതയുള്ള വളരെ ശക്തിമത്തായ ഒരു സാധനമാണ്. ഇതുമേ തൊടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതെവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടറിനെ സംസാരിക്കുന്നിടത്ത് എപ്പോഴോ ഞാനിങ്ങനെ സംഭാഷണങ്ങളിലൊക്കെ കേട്ടു, അയ്യങ്കാറിനെ 90 വയസ്സിൽ ഞാൻ കണ്ടത് വീൽ ചെയറിലാണ് എന്ന്. 90 വയസ്സുള്ള ഒരാള് വീൽ ചെയറിലാവുന്നതിന് അത്ര നമ്മൾക്ക് യോഗ ചെയ്തത് കൊണ്ടാണ് പറയാൻ പറ്റില്ല. യോഗ ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ യോഗ ചെയ്യുന്നത് കൊണ്ട് 92-93 വയസ്സിലാണ് എൻ്റെ വീട്ടിലടുത്ത് എൻ്റെ അടുത്ത് റിലേറ്റീവ് വെച്ചത്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഹി നെവർ വെന്റ് ഇൻ ടു വീൽ ചെയർ. അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയാം. എന്നുവെച്ചാൽ നിങ്ങൾ യോഗയുടെ ഒരു ആചാര്യന് പോലും
ഈ ജരാനരകളൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ അല്ലല്ലോ പക്ഷേ യോഗയുടെ ഡിമാൻഡ് അങ്ങനെ, യോഗ അങ്ങനെ അല്ലല്ലോ പറയാ. യോഗ ഒരിക്കലും അമരത്വം അമരത്വല്ല, ജരാനരകളൊക്കെ ദൂരം വരുത്തുന്നല്ലേ പറയുന്നത്. കാണിച്ചു തരണോ? കാണിച്ചു തരാലോ. അല്ല, ഇത് ഒരു വളരെ ലളിതമായ ഉദാഹരണമാണ്. വിപരീത കരണി മുദ്ര പതിവായി അഭ്യസിക്കുന്ന ഒരാൾക്ക് വാർദ്ധക്യത്തെ ബഹുദൂരം അകറ്റി നിർത്താൻ കഴിയുന്ന യോഗശാസ്ത്രം അഭിപ്രായപ്പെടുന്നു. വാർദ്ധക്യത്തെ എങ്ങനെ അല്ല, ഞാൻ പറഞ്ഞത് ഈ ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും ചെയ്തവർക്കും വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. നിങ്ങളുടെ ലോങ് ടേമിൽ പോലും ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കാണുന്നത് അങ്ങനെ അമിതമായ ഒരു എന്താ പറയുക, പിന്നെ അവകാശവാദത്തിനും അതിന് സ്ഥാനം ഞാൻ കാണുന്നില്ല എന്നേ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. മനസ്സിലായേ? സ്വാഭാവികമായി ഒരു 90 വയസ്സുകാരൻ എങ്ങനെ ഇരിക്കണമോ അതുപോലെ അദ്ദേഹവും ഇരുന്നിരുന്നു. ഡസന്റ് മേക്ക് മച്ച് ഡിഫറൻസ്. അത് പറയാലോ, അത് തെറ്റില്ല എന്ന് വിചാരിക്കണം. അതുപോലെ ഡോക്ടർ വിശദീകരിക്കുന്നുണ്ട്, ബ്രിഡ്ജ് പൊസിഷൻ എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ടല്ലോ, സേതുബന്ധാസനം അല്ലെ, അങ്ങനെയാണെന്ന് തോന്നുന്നു ഓർമ്മ അല്ലെ. അപ്പോൾ ഈ ബ്രിഡ്ജ് പൊസിഷൻ നമ്മുടെ ഫിസിയോതെറാപ്പിയിൽ ഉൾപ്പെടെ ഇത് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അതില് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഈ കഴുത്തിന്റെ ഭാഗത്തിനോ ഒന്നും ഉണ്ടാകുന്നില്ല. അതായത് സേതുബന്ധാസനം എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ കേർവില് ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ പൊങ്ങുവാണല്ലോ, കാലിങ്ങനെ വെച്ചുകൊണ്ട് പൊങ്ങുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ സമയത്ത് കഴുത്തിലേക്കാണ് പ്രഷർ വരുന്നത്. പക്ഷെ ആ കഴുത്തിന് അങ്ങനെയാണെങ്കിൽ ഫിസിയോതെറാപ്പിയിൽ നമുക്ക് ആ വാദം ഉന്നയിച്ചൂടെ, നമുക്ക് കഴുത്തിന്റെ ഈ ഭാഗത്ത് സ്ട്രെസ് വരുന്നു എന്നുള്ളത് നമുക്ക് ഉന്നയിച്ചൂടെ? ബ്രിഡ്ജ് പോസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ എന്താ കറക്റ്റ് പറഞ്ഞില്ല. ഇത് ഒരു അപകടകരമായ പോസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഡോക്ടർ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ പൊസിഷനുകളും അപകടകരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിലെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയവർക്ക് അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞത്. അല്ല, ഇതിൽ അപകടകരമായതുകൊണ്ട് എല്ലാ സാധനവും ഉണ്ട്. അവിയൽ പോലത്തെ സാധനം, കൈപ്പക്കി, എല്ലാ സാധനവും ഉണ്ട്. ഇത് അപകടകരമായ ഒരു സാധനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന് അപകടമുണ്ട്. എല്ലാ പോസ്റ്ററും അപകടമാണ്. ശവാസനം കിടന്നാൽ മരിച്ചു പോകുന്ന ആരും പറയുമോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ശവാസനം കിടന്നാൽ യാതൊരു പ്രശ്നമില്ല. അതേസമയം ശീർഷാസനം അപകടമാണ്. ഇതിനെപ്പറ്റി ഒരു ബോധമില്ലാത്ത അവരെന്ന് വെച്ചാൽ ഇത് ഓരോ ഈ വലിയ രീതിയിലുള്ള ഈ ഫിസിയോളജിക് റേഞ്ചിനപ്പുറത്തേക്ക് ഈ പിന്നെ ജോയിന്റുകളെ മടക്കി നിർത്തുകയും ചെയ്യുന്ന, തലയിൽ ലോഡ് ചെയ്യുന്ന, സെർവിക്കൽ സ്പൈനിന് അപകടം ഉണ്ടാക്കുന്ന ഈ രീതിയിലുള്ള അപകടകരമായ സാധനങ്ങളൊക്കെ ഇവരെ കഴിഞ്ഞ ഒരു ധാരണയില്ല. ഇപ്പോൾ കാണാൻ കൊള്ളാവുന്ന എല്ലാം എടുത്തു ചേർത്തിട്ടുണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അതിൽ എല്ലാം അപകടമാണ് എന്നൊരു വാദം ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഒരു തെറ്റായ വാദമാണ്. സ്ട്രോമാൻ ആർഗ്യുമെന്റ്. ഞാൻ ആർഗ്യുമെന്റ് അല്ല, ഞാൻ പറഞ്ഞ ഈ സേതുബന്ധാസനം വിശദീകരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ സേതുബന്ധാസനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത്, പ്രധാനമന്ത്രിയുടെ ഈ പിന്നെ യോഗ പ്രദർശനത്തിനിടയിൽ എത്ര യോഗാസന സാധന ഈ പഴയ പുസ്തകങ്ങളിൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്നിടത്താണ് ഇത് പഴയതിലില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ഇത് പഴയതിൽ നമ്മളെ പഴയ പിന്നെ ശിവസംഹിതയിലോ അല്ലെങ്കിൽ പിന്നെ ഈ ഹഠയോഗ പ്രതിഭയിലോ ഗ്യാരണ്ട സംഹിതയിൽ പോലുമോ ഇല്ലാത്ത പോസ്റ്റാണെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ശരിയാണ് ഡോക്ടർ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഘടയോഗ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതിന്റെ ബേസിക് ആയിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന എല്ലാ ആസനങ്ങളും നമുക്ക് പൊളിച്ചെഴുതേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ളതിനെ നമ്മൾക്ക്, ഗുരുതരമല്ലാത്തതിനെ നമുക്ക് ഫോളോ ചെയ്യുന്നതിൽ എന്താണ് ഡോക്ടറെ തെറ്റ്? എനിക്ക് അതിലുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ വെച്ചാല് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ 200 ആസനങ്ങളിൽ ഒന്ന് പരിശോധിച്ച ശേഷം അതിൽ കുഴപ്പമില്ലാത്തവ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അത് മാത്രം ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഇതിന് ഇരിക്കുന്നുണ്ടോ? ഇസ് ദർ സംബഡി ഹു ഡസ് ഇറ്റ്? 200 ഇതിൽ ഈ ലൈറ്റ് ഓൺ യോഗ എന്നുള്ളത് ഇപ്പോൾ ഇവിടുത്തെ ആയുർവേദ കോളേജിലൊക്കെ ഒരു പാഠപുസ്തകമാണ്. ആരെങ്കിലും പറയുന്നുണ്ടോ ഇത് പറഞ്ഞ ഈ സാധനങ്ങളിൽ 200 എണ്ണത്തിൽ ഇത്ര എണ്ണം അപകടമാണ്, ചെയ്യരുത് ഒന്നും ആരും പറയുന്നൊന്നുമില്ല. ഇത് അതേപോലെ തന്നെ ഈ കിടക്കുന്നത്. ഉദാഹരണത്തിന് ഇന്നിപ്പോൾ എനിക്കൊരാൾ ഞാൻ കാണിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അതിലിതാ ഇത് ഡ്യുവാ ലിപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുകാരിയൊക്കെയാണ്. അവര് ശീർഷാസനം ചെയ്യുന്നത് കാണാൻ ഇതിൻ്റെ അകത്ത്. ആരെങ്കിലും അവരോട് പറയുന്നുണ്ട് ഇത് വളരെ അപകടമാണെന്ന് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അപകടം ഉണ്ടാക്കാം, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇത് ഇങ്ങനെ ഈ രീതിയിലാണ് ഏറ്റവും അവർക്ക് പറ്റുന്ന ഒരു പോസ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, യോഗ പോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ രോഗം മുഴുവൻ വിൽപ്പിക്കപ്പെടുന്നത്. ഇതിന് അപകടത്തിനെ കുറിച്ചിട്ട് യാതൊരു ചർച്ചയും ഈ നമ്മുടെ ഇന്ത്യയിൽ എന്തായാലും ഒട്ടും തന്നെ നടക്കുന്നില്ല. ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ്. അവിടെയാണ് എൻ്റെ ചോദ്യമുള്ളത് ഡോക്ടറെ. അതായത് നമുക്കൊരു കാര്യം അപകടകരമാണ് എന്നുണ്ടെങ്കിൽ ഒരാൾ ഉയർത്തുന്ന ശബ്ദത്തോടൊപ്പം കൂടെ വീണ്ടും ശബ്ദങ്ങൾ ചേരാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചേരുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ഇപ്പോൾ വിളിച്ചത്. അപ്പം ഞാൻ ആരുമേ കേൾക്കാത്ത ഒരാളായിരുന്നു നിങ്ങൾ എന്നെ വിളിക്കില്ലല്ലോ. ഇങ്ങനെ ഒരു ശബ്ദം അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ കേട്ടല്ലോ.
അത് നല്ല കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, അത്രേ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു എൻ്റെ പിന്നാലെ ഒരു 10,000 ജനങ്ങളുണ്ടാവും ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കേൾക്കും ഇത്. അങ്ങനെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ വനമധ്യത്തിൽ വിളിച്ചു പറയുന്നത് ഒരാൾ പോലെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കേട്ടല്ലോ, അത് മതി. ആരെങ്കിലുമൊക്കെ കേൾക്കും ഇതെവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സമയത്ത്. ഇപ്പോൾ ഒരു കാലത്ത് ഹോമിയോപ്പതി ഒരു അസംബന്ധമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്ര പേര് കേൾക്കുമായിരുന്നു? ഞാനത് പറഞ്ഞു തുടങ്ങുന്ന കാലത്ത് ആരും പറഞ്ഞിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല, വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല കേട്ടോ, അത് ഒരു കോടിക്കണക്കിന് ആൾക്കാരൊന്നും ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് എ സെർട്ടൻ ട്രാക്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ പലതും കാണാനുണ്ട്. ആൾക്കാരത് പ്രിഫർ ചെയ്യാതായിട്ടുണ്ട്, അവർക്ക് കൂടുതൽ രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ കടമയിട്ട് പറഞ്ഞ പോലെ എല്ലാ കാര്യവും ഒരുപോലെ ആയിരിക്കില്ല. കാഞ്ഞിരപ്പാറ പെട്ടെന്ന് പൊട്ടിപ്പിളർന്ന് നീരുറവുകൾ പുറപ്പെട്ടേക്കാം എന്ന് പറയുന്നില്ലേ, ഇത് പറഞ്ഞ പോലെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ മാറുന്നു വിചാരിക്കും. വായനയുടെ ഒരു ഭയങ്കര പരന്നൊരു വായനയുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. കവിതകൾ ധാരാളം വായിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ഒരു ചെറിയ കവിത നമുക്ക് വേണ്ടി ചൊല്ലാൻ പറ്റുമോ ഇതിനിടയിലൂടെ? ഒരു രസമായിട്ട് നമ്മൾ കുറെ നേരമായി ഭയങ്കരമായ ഗഹനമായ ചർച്ചകളാണ്. ഡോക്ടർ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഓമനത്തിങ്ങൾക്കിടാവോ വളരെ ഭംഗിയിൽ ഞാൻ നല്ല രസമായിട്ട് അത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനൊന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചു. അന്തിക്കള്ളും പ്രണയഷാപ്പും ഷിജാവക്കം കേട്ടിട്ടുണ്ടാവില്ലേ? തെരി കേറി ഇറങ്ങി വന്നു കലുങ്കിലെത്തുമ്പോൾ പായലിൻ്റെ കിളുന്തുമേനി തെളിഞ്ഞ നീർക്കുത്ത് ഒലവാരി വലിച്ചുടുത്തയലത്തു നിൽക്കുന്നു പ്രേമലായനി നീട്ടി എന്നിട നെഞ്ചിലെ ഷാപ്പ്. കേറുകില്ല മറന്നതീ വഴി ഞാൻ വിലക്കുന്നു, കാലുകൾ മതിരാലയത്തിൻ നേർക്കു നീളുന്നു, കാലിബെഞ്ചിലിരുണ്ട കോണിൽ പോയിരിക്കുന്നു, നാരകീയ വിഷത്തെ ഉൾക്കുത്തൊടിറക്കുന്നു. ആറ്റുവാസി കാറ്റിളക്കിയ തെങ്ങിളം കൂമ്പിൻ, ആറ്റുവാസി കാറ്റിളക്കിയ തെങ്ങിളം കൂമ്പിൻ പാൽപ്പരൂപം ചെത്തിവെച്ചതുപോലെ ഈ രാവ്. തെറുകൊണ്ടു മുറിഞ്ഞു തൂങ്ങിയ പൂങ്കഴുത്തിൽ നിന്നുറിയൂറി ഇറങ്ങി വീഴും ചോരയീ കള്ള്. പ്രാണദാഹം തീർക്കുവാനീ പ്രേമപാനീയം ഞാനതിൻ പുളിനീരിൽ വീണു കുതിർന്നിടും കീടം. ആവിയായി കലരുന്നു നീയൻ നീരൊഴുക്കിൽ ഞാൻ, നീന്തി നീന്തി നടക്കവേ ഉടൽ വെന്ത താറാവ്. ഏതു കാലം ഇതേതു ജീവിതമേതു ഭൂലോകം, നീ പതഞ്ഞുയരുമ്പോഴാകെ മറിഞ്ഞിതേ ലോകം. മാതളപ്പൂഞ്ചില്ലയുള്ളൊരു ചേർമരക്കാട്, താമരക്കുളവും ചുമന്നു നടന്ന നട്ടുച്ച. ഈ ഇളം നുരയിൽ തെളിഞ്ഞു നിന്നിടം കണ്ണ്, പൊങ്ങിയും താണും വിഷക്കായ് പോലെ നിൻ കണ്ണ്. അന്ധമെന്നുയിരിൻ കരക്കടിയെ മുളക്കുന്നു, നിർനിമേഷമനേകമക്ഷികൾ പൂത്തൊരുൾക്കാട്. പൂവിലെ ഉരുവായി വന്നൊരു നൂൽപ്പുഴുക്കുത്തേ, തേൻകനിക്കകമേ വിരിഞ്ഞൊരു പ്രാണിതൻ കുഞ്ഞേ, നീ തുരന്നു പുറത്തിറങ്ങിയ മാളമാണുള്ള്, ഞാനതിന്മേലെ പൊതിഞ്ഞൊരു പാഴ്പുറന്തോട്. സാഗരം ശില പോൽ ചുഴറ്റും വേദനക്കാറ്റിൻ ഏറിൽ വീണുടയുന്ന കണ്ണീർ ചീളുകൾക്കുള്ളിൽ ഞാൻ നുറുങ്ങി 1000 തരിയായടിഞ്ഞാലും പ്രേമപാനി ഇവൾ സ്വയം കരൾ വാടി വീണാലും. ആടി ആടി വരുന്നു വീടു തിരഞ്ഞിതാ വീണ്ടും
നാലുകാലിലിഴഞ്ഞ് നാവു കുഴഞ്ഞൊരീ ഷാപ്പ്. നീ കുടിച്ചു മരിക്കുകെന്നു പിടിച്ചടുപ്പിക്കും, നീ കുടിച്ചു മരിക്കുകെന്നു പിടിച്ചടുപ്പിക്കും, കാലി ഗ്ലാസ് നിറച്ചു നീട്ടും നെഞ്ചിലെ ഷാപ്പ്. നല്ല ശബ്ദമാണ്, നല്ല ശബ്ദമാണ്. അവസാനത്തെ ഒരു ക്രിട്ടിക്കൽ ചോദ്യം ചോദിക്കാം ഞാൻ. ഡോക്ടർ ഇങ്ങനെ യോഗയെ കുറിച്ച് പല സ്ഥലത്തും സംസാരിക്കുന്നതിന് IMF ഫണ്ട് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്ന്. അതിനെന്താ ഡോക്ടർക്ക് പറയണം? ഞാൻ ഈ ഇന്റർവ്യൂലൂടെ അതിനോട് എനിക്കൊരു മാറി, അതായത് ആധുനിക ശാസ്ത്രത്തെ ഇത്രമാത്രം എന്റെ ഒരു കാഴ്ചയിൽ യോഗക്ക് ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ, വേറെ ആരും യോഗക്ക് ഫണ്ട് ചെയ്യുന്നില്ല. അങ്ങനെയല്ല, യോഗക്ക് അനുകൂലമായി അല്ലാണ്ട് യോഗക്ക് എതിരായിട്ട് പറയേണ്ട ആർക്കും ആവശ്യമില്ല. കാരണം IMA ഒക്കെ യോഗക്ക് സപ്പോർട്ടല്ലേ. IMA എനിക്ക് യോഗക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ യോഗയെ എതിർക്കുന്ന എത്ര ഡോക്ടർമാരുണ്ട് എനിക്കറിയില്ല. എല്ലാ ഡോക്ടർമാരും കൃത്യമായി യോഗ ക്ലാസ്സിനൊക്കെ പോകുന്ന ആൾക്കാരാണ് എന്റെ അറിവിൽ മോസ്റ്റ്ലി. അങ്ങനെ IMA ഒരു പ്രശ്നമേ ഇല്ല യോഗ കൂടി പോയി വെച്ചിട്ട്. വളരെ സന്തോഷമല്ലേ, അതൊരു പ്രശ്നമില്ല. അതൊരു തെറ്റിദ്ധാരണ കേട്ടോ. അതായത് അങ്ങനെ ചികിത്സകർ തമ്മിൽ അങ്ങനെ ഒരു വൈരം ഇല്ല. അതായത് പിന്നെ അങ്ങനെ ബെൽറ്റിന് താഴെ ഒരു അടിയില്ലേ, അത് ചികിത്സകർ പൊതുവേ ചെയ്യില്ല. ഇപ്പൊ IMA എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ക്രിട്ടിക്കലായിട്ട് പറയാല്ലോ കേട്ടോ. ഇപ്പൊ IMA എന്ന് വെച്ചാൽ പ്രൊഫഷണൽസിന്റെ ഒരു സംഘടനയാണ്. അവരുടെ പ്രൊഫഷണൽ താല്പര്യങ്ങളൊക്കെ നോക്കുന്ന സംഘടന. വേറെയുള്ള ആൾക്കാർ ഇപ്പൊ നമ്മളുടെ വയറ്റത്തടിക്കാത്തിടത്തോളം അതിലൊരു പ്രശ്നമേ വരുന്നില്ല. ഇപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു വിഷയമേ അല്ല. അതെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇപ്പൊ ഹോമിയോപ്പതിക്കെതിരെ എന്തെങ്കിലും പറയില്ല, അങ്ങനെയൊന്നും പറയാറില്ല. വളരെ അപൂർവമായിട്ട് ചില ആൾക്കാർ ഇപ്പോൾ അപൂർവമായിട്ട് ഒരു ഡോക്ടറോ 2 ഡോക്ടറോ എന്നെ പോലെയുള്ള ആൾക്കാർ ചിലപ്പോൾ അവരുടെ കൺവിക്ഷന്റെ പുറത്ത് നിന്ന് പറയാന്നല്ലാതെ ഒരു സംഘടന എന്നുള്ള നിലക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഞാൻ കാണുന്നതേ ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ആൾക്കാരെ എതിർക്കുകയോ. ഇപ്പം ഞാൻ തന്നെ ഒരു IMA മീറ്റിങ്ങിലൊക്കെ പോയി, ഇപ്പോൾ ഈ ശ്രീ മറ്റേ അയാളെ ജഗ്ഗി വാസുദേവനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് മുതിർന്ന അല്ലെങ്കിൽ അതിന്റെ സീനിയറായ ആൾക്കാർക്ക് പലപ്പോഴും അത് ഇഷ്ടപ്പെടുന്നതുമില്ല. എന്നാൽ അതിന്റെ ആവശ്യമില്ല, അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ ഇടയിൽ കുട്ടികളെ ശ്രമിക്കുകയാണ് അങ്ങോട്ട് കയറിയിട്ട് വല്ലപ്പോഴും വല്ലപ്പോഴും ശ്രമിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കണല്ലോ, കാരണം നമുക്കറിയണല്ലോ ഈ പറയുന്ന പൊതുപ്രവർത്തനം കൊണ്ട് കുറെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു എന്നല്ലാണ്ട് 10 പൈസ ഇങ്ങോട്ട് കിട്ടിയ ചരിത്രമില്ല. വളരെ അപൂർവമായിട്ട് ഞാനൊരു പ്രസംഗങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സംഭാവന കൊടുക്കാനല്ല യുക്തിവാദികളുടെ പരിപാടികൾ. ഇത് കാരണം നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ യുക്തിവാദികളുടെ പരിപാടിയല്ല. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് വണ്ടിയെടുത്ത് നമ്മൾ അങ്ങോട്ട് പോയി പരിപാടി നടത്തി അവിടുത്തെ സംഘാടകന്മാരുടെ കൂടെ അവർക്ക് വേണ്ട സഹായം അങ്ങോട്ട് ചെയ്ത് തിരിച്ചു പോരാന്നല്ലാതെ ഇതിലൊരു 10 പൈസ ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടിയില്ല. വളരെ വളരെ എക്സെപ്ഷണലാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് യാത്രക്കൂലി തരാന്ന് തോന്നി. അത് നമ്മൾ യുക്തിവാദികളാണെങ്കിൽ ഞാൻ വാങ്ങിക്കാറില്ല. യുക്തിവാദികൾ പരിപാടികൾക്ക് അങ്ങനെ ഒരു സംഭവമില്ല. നമ്മൾ ഇതിലങ്ങനെ എന്തെങ്കിലും ഒരു സാമ്പത്തികമായോ മറ്റെന്തെങ്കിലും മെച്ചമുണ്ടാവാൻ വേണ്ടിയല്ല പൊതുപ്രവർത്തനം. അങ്ങനെയല്ലാതെ ആൾക്കാർ വിചാരിക്കുന്നത് പൊതുപ്രവർത്തനത്തിൽ എതിർപ്പെടുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ എന്തെങ്കിലും സ്വാർത്ഥോദ്ദേശത്തോടെയാണോ, അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയക്കാർ പോലും അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ രാഷ്ട്രീയക്കാരെല്ലാവരും കുറ്റം പറയും. പക്ഷെ ഒരുപാട് രാഷ്ട്രീയക്കാർ ഒരു പൈസ പോലും മെച്ചമില്ലാതെ പൊതുപ്രവർത്തനം ഇറങ്ങുന്നുണ്ട്. അത് രാഷ്ട്രീയ സാധ്യതയുള്ള ആൾക്കാർ പോലും. അങ്ങനെ അല്ലാതെ പൊതുപ്രവർത്തനം ഇറങ്ങുന്ന ആൾക്കാരിൽ എനിക്ക് തോന്നുന്നത് ആർക്കും അങ്ങനെ ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. വളരെ അപൂർവമായിട്ട് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. ഏതായാലും അങ്ങനെയുള്ള ആൾക്കാരെക്കാളും കൂടുതൽ നിസ്വാർത്ഥമായി തന്നെ പൊതുപ്രവർത്തനം ഇറങ്ങുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുന്നത്. ഏതായാലും ആരോപണങ്ങൾ എന്തായാലും ഉണ്ടാകും. ഒറ്റയാനായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ആരോപണങ്ങൾ ഞാനതിന് കേട്ടില്ല കേട്ടോ. കാരണം ഇതൊരു ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ഇങ്ങനെ ഞാൻ ഒന്നാമത് എനിക്ക് തോന്നുന്നു യോഗക്കെതിരായിട്ട് ഒരു സംസാരിച്ചിട്ട് ഇപ്പോ ചുരുങ്ങിയത് 5 വർഷമായി. ഒരു പരസ്യവേദി സംസാരിച്ചിട്ട് എനിക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടായില്ല. കഴിഞ്ഞ വേറെ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ പോയി. എനിക്കൊന്ന് കൊറോണ സമയത്ത് ഒരു സൂം മീറ്റിംഗിലാണ് ഞാൻ എനിക്കൊന്ന് പരസ്യമായി യോഗക്കെതിരെ ഒരു പ്രഭാഷണം ഒരു സംവാദമൊക്കെ നടത്തിയത്. അവര് പിന്നെ അതിനുശേഷം അവസരം കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ വിളിച്ചപ്പോഴാണ് വീണ്ടും യോഗയെ കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു യോഗ വിമർശന തൊഴിലാളി അങ്ങനെയല്ല. അല്ല അങ്ങനെയല്ല, ഞാൻ യോഗ മാത്രല്ല, ഞാനങ്ങനെ ശാസ്ത്രീയ മനോവൃത്തിക്കെതിരായിട്ടുള്ള, അതായത് ഇതാണ് ഞാൻ പറയുന്നത്. പിന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ വെച്ചാല് അടിസ്ഥാനരഹിതമായിട്ടുള്ള വിശ്വാസങ്ങളെ നമ്മൾ തുറന്നു കാണിക്കുക, യുക്തിരഹിതമായ വിശ്വാസങ്ങളെ ഖണ്ഡിക്കുക, യുക്തിയുക്തമായ അറിവിനെ പ്രചരിപ്പിക്കുക. ഇതാണ് അടിസ്ഥാനം. അപ്പൊ അതെല്ലാം വരും. അതിൽ ഹോമിയോപ്പതി വരും, ആയുർവേദം വരും, പിന്നെ ഈ ചികിത്സയായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങൾ വരും, ചികിത്സക്ക് പുറത്തുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ പല പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കുമല്ലോ.
ഓക്കെ, എന്തായാലും ഞാൻ വിലപ്പെട്ട ചോദ്യങ്ങളാണോ എനിക്കറിയില്ല, മണ്ടത്തരങ്ങളാണോ എന്ന് എനിക്കറിയില്ല. കുറെ ആളുകളുടെ സംശയങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ പല ആളുകൾ സാധാരണക്കാരായ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെ അതെ. അപ്പൊ അത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ സന്തോഷം. സന്തോഷം.